എന്താണ് ബ്രസീൽ വേഴ്സസ് നോർവേ മാച്ചിൽ ഇന്നലെ സംഭവിച്ചത്? ബ്രസീലിനെ പോലെ ഒരു വമ്പൻ ടീം ഇങ്ങനെ തോറ്റു പോകേണ്ട ഒരു ടീമാണോ? ആരാണ് ഇതിൻ്റെ കുറ്റക്കാരൻ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്ന് നോക്കി നോക്കാം. വെൽക്കം ടു വിക്കി ബ്രോ, ഇറ്റ്സ് യുവർ ചാനൽ. ചരിത്രം വീണ്ടും ശരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ബ്രസീലിന് തോൽപ്പിക്കാൻ പറ്റാത്ത രാജ്യമായിട്ട് നോർവേ വീണ്ടും തുടരുക. ഇപ്പം മൊത്തം 5 കളി കളിച്ച് അതിൽ 3 നോർവേ ജയിച്ച് 2 ഡ്രോ. ഇന്നലത്തെ തോൽവി എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിച്ച് മേടിച്ച തോൽവിയാണെന്ന് തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനെതിരെ കളിക്കുമ്പോൾ പോലുള്ള ഇൻറ്റൻസിറ്റി നമുക്ക് ഈ കഴിഞ്ഞ കളി കാണാനില്ല. നോർവേ നമ്മൾ നിസാരക്കാരന്മാരായിട്ട് കണ്ട് അവിടെയാണ് നമ്മൾ തോറ്റത്. ഈ കളിയിലേക്ക് വരുന്നതിന് മുന്നേ ആഞ്ചലോട്ടി പ്രസ് കോൺഫറൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. നെയ്മർ 100% ഫിറ്റാണ്, 90 മിനിറ്റും കളിക്കാൻ അദ്ദേഹത്തിന് പറ്റും. പിന്നെ എന്തുകൊണ്ട് അയാളെ ഫസ്റ്റ് ലെവലിൽ ഇറക്കിയില്ല? ഡോൺ കാർലോയെ പോലെയുള്ള ഒരാളെ ചോദ്യം ചെയ്യാൻ മാത്രം ഒരാളൊന്നുമല്ല ഞാൻ, എന്നാലും ചോദിച്ചു പോവുകയാണ് എന്തുകൊണ്ട് നെയ്മർ ഇറക്കിയില്ല. കാരണം നെയ്മർ എന്ത് തരത്തിലുള്ള പെർഫോമൻസ് ആണ് ബ്രസീലിന് വേണ്ടി കാഴ്ചവെക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ കോപ്പ അമേരിക്ക തന്നെ എടുത്താൽ മതി. ആ കളി നെയ്മർ മാത്രമാണ് അർജന്റീനയ്ക്കെതിരെ ഒരു നല്ല കളി കളിച്ചത്. കളിയിലേക്ക് വരികയാണെങ്കിൽ ബ്രസീൽ അത്യാവശ്യം നന്നായിട്ട് കളിച്ചിട്ടുണ്ട്, കളിയിൽ ഉടനീളം അത്യാവശ്യം കളിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് കിട്ടിയ ചാൻസുകൾ നമ്മൾ കൺവേർട്ട് ചെയ്തില്ല, അതാണ് പ്രശ്നം ഉണ്ടായത്. പിന്നെ കളി എവിടെ മാറി എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ പെനാൽറ്റി അത് മിസ്സാക്കിയെടുത്തുനിന്ന് നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോയി. ഈ ഫുട്ബോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ടാറ്റിക്സോ അല്ലെങ്കിൽ മികച്ച പ്ലെയേഴ്സ് മാത്രമുള്ള ഒരു കളിയല്ല, അതിൽ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ട്. ആ പെനാൽറ്റി മിസ്സായാൽ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെൻറ്റാലിറ്റി താഴോട്ട് പോയി, അവരെ മെൻറ്റാലിറ്റി മുകളിലോട്ടും പോയി. ആ പെനാൽറ്റി ശരിക്കും വിനീഷ്യസിന് തന്നെ അടിച്ചാൽ പോരായിരുന്നോ? അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി റെക്കോർഡ് അടിപൊളി ആയതുകൊണ്ടൊന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ബ്രൂണോ ഗിമറഷ് എന്ത് പെനാൽറ്റി അടിച്ചത്? വളരെ നിസാരമായിട്ടൊരു പെനാൽറ്റി അടിച്ചു, കാഷ്വലി മൂപ്പര് നടന്നു വന്ന് അടിച്ച മാതിരി എനിക്ക് തോന്നി. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെയാണ് ഒരു ടീമിൽ വമ്പൻ പ്ലേയേഴ്സ് ഉണ്ടായാലുള്ള മെച്ചം. ഇവിടെ നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ആ പെനാൽറ്റി ഒബ്വിയസ്ലി എടുക്കാരാ നെയ്മറാണ്, അദ്ദേഹം അത് കൺവേർട്ട് ചെയ്തേനെ. ഞാൻ പറഞ്ഞു വരുന്നത് നെയ്മർ ഉണ്ടെങ്കിൽ ഈ പെനാൽറ്റി കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നല്ല, പക്ഷെ കളീൻ്റെ ഗതി ഒന്ന് മാറിയേനെ. ബ്രൂണോ ഗിമറേഷ് ഈ വേൾഡ് കപ്പ് ക്യാമ്പയിനിൽ ബ്രസീലിന് വേണ്ടി കാഴ്ചവെച്ചതും ഇന്നും പ്രകടന. പക്ഷേ നമ്മൾ ആ പെനാൽറ്റി മിസ്സാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ താഴോട്ടാ പോയത്. അയാൾ മെൻ്റലി ഡൗൺ ആയിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ അടക്കമുള്ള ഒരുപാട് ഫാൻസ് എൻട്രിക്കിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻട്രിക്ക് നല്ല പ്ലെയറൊക്കെ തന്നെ. പക്ഷേ ഇന്നലെ എന്താ മൂപ്പര് ചെയ്തത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു അത്? എന്ത് നല്ല പാസ്സാണ് വിനീഷ്യസ് കൊടുത്ത്, സിമ്പിളായിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റിയായിരുന്നു. സത്യം പറയാ വെച്ചാൽ വളരെ ഫ്രസ്ട്രേറ്റഡ് മാച്ചായിരുന്നു. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടോ എന്ന് തന്നെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും നമ്മുടെ വേൾഡ് കപ്പ് മോഹങ്ങൾ ഇല്ലാണ്ടാവുക. ആ പാവം നെയ്മറൊക്കെ ആ പെനാൽറ്റി അടിച്ചതിന് ശേഷം കരയുന്നത് കണ്ടിട്ട് ചങ്ക് തകർന്നു പോയിട്ടുണ്ട്. ശരിക്കും കാർലോ ആഞ്ചലോട്ടി നെയ്മറിനെ അറിയിച്ച വില കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ്. അയാൾ 90 മിനിറ്റ് കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അയാളെ ഇറക്കണമായിരുന്നു. ഇപ്പോഴും കുറേ ആൾക്കാർ പറയുന്നുണ്ടാവും നെയ്മർ വന്നിട്ടുണ്ടെങ്കിൽ ഒലത്തിയനേന്ന്. അയാൾ ഒലത്തിയനെ, കാരണം അയാൾ ബ്രസീൽ ടീമിന് കളിക്കുമ്പോൾ ഒക്കെ എന്ത് ജാതി പെർഫോമൻസാണ് കാഴ്ചവെക്കുന്നത് നമുക്കറിയാം. ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല, സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.